വെറും 7 ദിവസം കൊണ്ടാണ് വാഴ 2 എന്ന ചെറിയ പടം 100 കോടി ക്ലബിൽ കയറിയത്. മലയാള സിനിമയിൽ അതിവേഗം ഈ നേട്ടം കൊയ്യുന്ന മൂന്നാമത്തെ ചിത്രം. ലോകയ്ക്ക് ഒപ്പത്തിനൊപ്പം. മുൻപിൽ മോഹൻലാലിന്റെ എമ്പുരാനും തുടരവും മാത്രം. സൂപ്പർ താരങ്ങളില്ല, അവരുടെ സുഹൃത്തുക്കളുടെ ക്യാമിയോ ഇല്ല, ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ അവകാശവാദങ്ങളുമില്ല. പക്ഷേ വാഴ 2 തൂക്കി. കളക്ഷനും പ്രേക്ഷകരുടെ ഹൃദയവും. എങ്ങനെ? വമ്പൻ സിനിമകളുടെ റിലീസ് നീട്ടിയത് ഷോകളുടെ എണ്ണം കൂടാനും ബ്രീത്തിങ് സ്പേസ് കിട്ടാനും കാരണമായത് മാത്രമല്ല ഇതിനു പിന്നിൽ. മലയാളികളുടെ ദൗർബല്യത്തിലാണ് വിപിൻ ദാസ് എന്ന സ്ക്രിപ്റ്റ് റൈറ്റർ തടമെടുത്തതും സവിൻസ എന്ന സംവിധായകൻ വാഴ നട്ടതും. സൗഹൃദവും കുടുംബ ബന്ധങ്ങളും. 6 ഇഞ്ച് സ്ക്രീനിലേക്ക് ബന്ധങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അതൊരു റിസ്ക് ആണ്. സ്ക്രീനിലെ കരച്ചിൽ ചിലപ്പോൾ തിയേറ്ററിൽ കൂവലിന് കാരണമായേക്കാം. ചിരിപ്പിക്കാനുള്ള ശ്രമത്തെ മൗനം കൊണ്ടാകും അവർ നേരിടുക. ബോറടിച്ചാൽ പ്രേക്ഷകർ ബിഗ് സ്ക്രീനിൽ നിന്ന് മൊബൈൽ സ്ക്രീനിലേക്ക് തല താഴ്ത്തിയേക്കാം. പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായില്ല. അതിനൊരു കാരണം എഴുത്താണ്. രണ്ടാമത്തേത് അഭിനേതാക്കളുടെ പ്രകടനം. പിന്നെ ഇവ രണ്ടിനെയും ചേർത്ത് കിട്ടിയ സംവിധാന മികവ്. മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച സിനിമയെന്നല്ല, മലയാളിയുമായി കണക്റ്റായ ചിത്രങ്ങളിൽ ഒന്ന് എന്നാണ് പറഞ്ഞു വരുന്നത്. പ്രധാന അഭിനേതാക്കളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹാഷിർ, അലൻ, വിനായക്, അജിൻ, ദേവരാജ്. ഇവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവർ മലയാളികൾക്ക് സുപരിചിതരാണ്. ഇവരുടെ റീൽ കാണാത്ത മലയാളി നവമാധ്യമ ജീവി ഉണ്ടാകില്ല. എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന് റീലുകളിലൂടെ ചോദിച്ച് ചിരിപ്പിച്ചവരാണ് ഹാഷിറും സംഘവും. ദേവരാജിനും പ്രത്യേകം ആരാധകരുണ്ട്. സിനിമയിലേക്ക് എത്തുമ്പോൾ തങ്ങളുടെ റീൽ ശൈലി മാറ്റി പിടിക്കുന്നുണ്ട് ഇവർ. ഹാഷിറിന്റെയും കൂട്ടരുടെയും നിർത്താതെയുള്ള കൗണ്ടർ അടികൾ പ്രതീക്ഷിച്ച്, അല്ലെങ്കിൽ ഇവന്മാര് വെറുപ്പിക്കുമോ എന്ന് സംശയിച്ച് ആദ്യ ദിനം വാഴ 2 കാണാൻ പോയവർ അവന്മാർ കരയിപ്പിച്ച് കളഞ്ഞടാ എന്ന് പറഞ്ഞാണ് തിയേറ്റർ വിട്ടത്. ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയോളം എന്ന മുൻവിധിയിൽ ഈ പുതുമുഖങ്ങളെ സമീപിച്ചവർ നീട്ടിയ ചട്ടി വെറുതെയായി. അവർ ചാടി, റെക്കോർഡുകൾ മറികടന്നു, കടന്നുകൊണ്ടേയിരിക്കുന്നു. എഴുത്തിലേക്ക് വന്നാൽ മലയാളം, തമിഴ് സിനിമകളിൽ നിരവധി തവണ പരീക്ഷിച്ച് വിജയിച്ച ശൈലി തന്നെയാണ് വാഴ 2 പിന്തുടരുന്നത്. ചിരിയിൽ തുടങ്ങി സംഘർഷങ്ങളോട് വികസിച്ച് വൈകാരികമായി അവസാനിക്കുന്ന സ്ഥിരം ടെംപ്ലേറ്റ്. നന്നായി ചെയ്താൽ ഒരിക്കലും പിഴയ്ക്കാത്ത ഫോർമുല. വിപിൻ അത് നന്നായി എഴുതി, സവിൻ നല്ലവണ്ണം സംവിധാനവും ചെയ്തു. ആദ്യ ഭാഗത്ത് എവിടെ പിഴച്ചു എന്നവർ കൃത്യമായി വിലയിരുത്തി. ഈ ചിത്രം നിങ്ങളുടെ ബയോപിക് ആണെന്ന് പ്രായഭേദമന്യേ കാണികളെ തോന്നിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. സൗഹൃദം, കൗമാരം, പ്രണയം, പാരന്റിംഗ്, അധ്യാപനം എന്നിങ്ങനെ ആദ്യ വാഴയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനായി അവർ ഉപയോഗിച്ചത്. പക്ഷേ ഈ രണ്ടാം ഭാഗത്തിന് ഒരു മാജിക്കൽ ഫ്ലേവർ കൂടി അവർ നൽകി. കൂടപ്പിറപ്പുകൾ. ഒരുമിച്ച് തല്ലിയും തലോടിയും വളരുന്ന സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. ക്രിഞ്ചാകുമെന്ന് കരുതി നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും മടിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ച് ശീലിച്ചിട്ടില്ലാത്തവർ, അതിൽ കുറ്റബോധമുള്ളവർ. അവരെ ഈ സിനിമ ഹിറ്റ് ചെയ്തു. സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും മാത്രമല്ല, ഈ സിനിമയിൽ കുറെ അധ്യാപകരെയും അച്ഛന്മാരെയും കാണാം. വിജയ് ബാബു അവതരിപ്പിച്ച മുജീബ് മാഷിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരാൾ നമ്മുടെ എല്ലാം സ്കൂൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ചൂരൽ വീശികളും മാതാപിതാക്കളും നമുക്ക് പലപ്പോഴും ടെംപ്ലേറ്റുകളാണ്. പക്ഷേ ഈ കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്. ബിജുക്കുട്ടൻ അവതരിപ്പിച്ച അച്ഛൻ കഥാപാത്രം. അയാൾക്ക് മകൻ മാത്രമാണ് കൂട്ട്. അതുകൊണ്ട് തന്നെ മകന്റെ സൗഹൃദങ്ങൾ അയാളുടെ കൂടിയാണ്. അതിമനോഹരമായാണ് ബിജുക്കുട്ടൻ ആ അച്ഛനായത്. അച്ഛനെ കൂടി കെട്ടിപ്പിടിക്കടാ എന്ന് അയാൾ പറയുന്നിടത്ത് ആ നടൻ നിശബ്ദനാണ്. അവിടെ കഥാപാത്രമാണ് സംസാരിക്കുന്നത്. പിന്നെ ആ ഐക്കോണിക് സീൻ, പടക്കം പൊട്ടിക്കുന്ന ആ വൈറൽ വീഡിയോ വിപിനും സവിനും ബിജുക്കുട്ടനും ചേർന്ന് മറ്റൊരു അനുഭവമാക്കി. ഇനി നിങ്ങൾക്ക് ആ പഴയ ചിരിയോടെ ആ വീഡിയോ കാണാൻ പറ്റിയെന്ന് വരില്ല. ആ വീഡിയോയിൽ നിങ്ങൾ ഒരു അച്ഛനെ കാണും. വേണ്ട അച്ഛ എന്ന പേടിയോടെ വിളിച്ചു പറയുന്ന മകനെയും. ജീവിതം കരപറ്റിക്കാനുള്ള ഓട്ടത്തിനിടയിൽ എന്തൊക്കെയോ ആരെയൊക്കെയോ നഷ്ടപ്പെടുത്തിയവരാണ് നമ്മളിൽ അധികവും. കുറേ മനുഷ്യരും കുറച്ചധികം ഓർമ്മകളും. അതെല്ലാം വിലപ്പെട്ടതാകുന്നത് വിളിപ്പുറത്ത് അവർ ഇല്ലാതാകുമ്പോഴാണ്. ആ ഇല്ലായ്മയുടെ വേദന വാഴ 2 തരുന്നുണ്ട്. സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും മാതാപിതാക്കളെയും ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള തോന്നലാണ്, അല്ലെങ്കിൽ അതിനുള്ള അവസരം ഇനി ഇല്ലെന്ന തിരിച്ചറിവാണ് സിനിമയുടെ രണ്ടാം പകുതിയിൽ പലരെയും കരയിച്ചത്. ഞാനല്ലെങ്കിൽ പിന്നെ ആര് എന്ന് പറയുന്നിടത്ത് അവർ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആര് എന്ന് കൂടി സിനിമ ചിന്തിപ്പിക്കുന്നു. 2.25 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ സിനിമ ബില്യൺസ് ഓഫ് മലയാളി കൂടപ്പിറപ്പുകളുടെ കഥയാണ്. അതാണ് ഈ സിനിമയുടെ വിജയരഹസ്യം.